നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. 17 പേർ കൂടി മരിച്ചതോടെ ഗൾഫിൽ കോവിഡ് മരണസംഖ്യ 731 ഉയർന്നു. 6000-ലേറെ പേർക്കാണ് ഇന്നലെയും ഗൾഫിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗികളുടെ എണ്ണം 1.5 ലക്ഷമായി ഉയർന്നിരിക്കുകയാണ്. സൗദിയിൽ ഈ മാസം 23 മുതൽ 24 മണിക്കൂർ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ ഇന്നലെയും 9 മരണം. ഇതോടെ മരണസംഖ്യ 320-ൽ എത്തി നിൽക്കുകയാണ്. കുവൈറ്റിൽ 3 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 121ആയി. 1073 പേർക്ക് രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 332 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1073 പേർക്കാണ് കൊറോണ രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ കൊറോണ ബാധിച്ചവർ 16,764 ഇതിൽ 5,389 പേർ ഇന്ത്യക്കാരാണ്. UAEയിലും 3 മരണം റിപ്പോർട്ട് ചെയ്തു. ഒമാനിൽ 2. രോഗവ്യാപനം മിക്ക രാജ്യങ്ങളിലും കുത്തനെ ഉയർന്ന പ്രവണതയിൽ മാറ്റം ഒന്നും തന്നെ ഇല്ലാതെ തുടരുകയാണ്. 6,500 പേർക്കാണ് ഒറ്റ ദിവസം കൊണ്ട് പുതുതായി രോഗബാധയേറ്റത്. 1.5 ലക്ഷത്തിലേക്ക് രോഗികളുടെ എണ്ണം ഉയർന്നത് ഏറെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൗദിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്, 2563. ഖത്തറിൽ 1600-നും കുവൈറ്റിൽ 1000-നും മുകളിലാണ് പുതിയ രോഗികളുടെ എണ്ണം. UAEയിൽ 873-ഉം ഒമാനിൽ 892-ഉം ബഹ്റൈനിൽ 190 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. അതേസമയം കോവിഡ് പൂർണ്ണമായി സുഖപ്പെടുന്നവരുടെ എണ്ണത്തിലും ഗൾഫ് വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. 53,000-ൽ പരം ആളുകൾക്കാണ് രോഗം പൂർണ്ണമായും ഭേദപ്പെട്ടത്. ഇത് സംതൃപ്തി പകരുന്ന വാർത്ത കൂടിയാകുമ്പോൾ 1.5 ലക്ഷം പേരുടെ കണക്ക് ഏറെ ആശങ്കയും പരത്തുന്നുണ്ട്. ഒമാനിൽ ഇന്ന് 372 പേർക്കാണ് കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചത്. ഇതിൽ 152 പേർ സ്വദേശികളും 220 പേർ വിദേശികളുമാണ്. ഇതോടെ രാജ്യത്തെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 6,043-ലെത്തിയെന്ന് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. UAEക്ക് കരുത്തേകാൻ കേരളം. UAE സർക്കാരിന്റെ കോവിഡ് വിരുദ്ധ പോരാട്ടത്തിന് കൂടുതൽ കരുത്ത് പകരാൻ ഇന്ത്യയിൽ നിന്നുള്ള 105 അംഗ മെഡിക്കൽ സംഘം UAEയിൽ എത്തിച്ചേർന്നു. അത്യാഹിത പരിചരണ നഴ്സുമാരും പാരാമെഡിക്കൽ വിദഗ്ധരും അടക്കമുള്ള സംഘമാണ് അബുദാബിയിൽ എത്തിയത്. ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട സംഘം രാവിലെയാണ് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. ഇത്തിഹാദ് എയർവേസിന്റെ ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു അടിയന്തര സേവനത്തിനായുള്ള സംഘത്തിന്റെ യാത്ര തുടർന്നിരുന്നത്. സ്കാനർ, ഹെൽമറ്റ്. കോവിഡ് ബാധിതരെ കണ്ടെത്താൻ സ്മാർട്ട് ഹെൽമറ്റുമായി അബുദാബി പോലീസ് രംഗത്തെത്തുകയുണ്ടായി. വൈറസ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് നവീന സാങ്കേതിക വിദ്യയിൽ സജ്ജമാക്കിയ സ്മാർട്ട് ഹെൽമറ്റ് പുറത്തിറക്കിയത്. ഹെൽമറ്റ് ധരിക്കുന്ന പോലീസുകാരന് ആൾക്കൂട്ടത്തിൽ നിന്ന് ശരീര താപനില ഉയർന്നവരെ എളുപ്പം തിരിച്ചറിയാനുമാകും. മലയാളി മരണത്തിന് കീഴടങ്ങി. കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി മരണത്തിന് കീഴടങ്ങി. കണ്ണൂർ മേലേച്ചൊവ്വ MRC റോഡ് സ്വദേശി അനൂപാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കഴിഞ്ഞ 15 വർഷമായി കുവൈറ്റിലുണ്ടായിരുന്ന അനൂപ് 10-ാം തീയതി മുതൽ അദാൻ ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു. സ്വകാര്യ കമ്പനിയിൽ ടെക്നീഷ്യനായി ജോലി നോക്കുകയായിരുന്നു ഇദ്ദേഹം. നിയമലംഘകർക്കെതിരെ കർശന നടപടിയുമായി ബഹ്റൈനിൽ കോവിഡ് രോഗബാധ നിയന്ത്രണ വിധേയമാണെങ്കിൽ തന്നെയും സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ട്വിറ്ററിലൂടെ അഭ്യർത്ഥിച്ചു. പ്രധാനമായും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗിക്കണമെന്നത് തീർച്ചയായും പാലിക്കണം. നിയമലംഘകർക്കെതിരെ നടപടി കർശനമാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിർധനരായ പ്രവാസികൾക്ക് 100 ടിക്കറ്റ് സൗജന്യം. പ്രവാസികൾക്കിടയിൽ ഏറെ പ്രയാസം അനുഭവിക്കുന്ന 100 പേർക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ വിമാനയാത്രാ ടിക്കറ്റ് നൽകുന്നതിന് നവോദയ തീരുമാനിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ മാധ്യമ പ്രവർത്തകരുമായി ഓൺലൈനിലൂടെ സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിലാണ് നവോദയ ഭാരവാഹികൾ ഈ കാര്യം അറിയിച്ചത്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് 8 മുതൽ സൗദി ഖത്തീഫ് ഗവർണറേറ്റ് പരിധിയിലും തുടർന്ന് കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ ജില്ലകളിലും ഏർപ്പെടുത്തിയ കർഫ്യൂവിന്റെ പശ്ചാത്തലത്തിൽ കിഴക്കൻ പ്രവിശ്യയിലെ നിരവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരിൽ പലരും പ്രയാസപ്പെടുകയും ചെയ്യുകയാണ്. ദുബായിലെ ലേബർ ക്യാമ്പിൽ ജോലിയും ഭക്ഷണവുമില്ലാതെ പ്രവാസികൾ. 30 മലയാളികൾ ഉൾപ്പെടെ 165 പ്രവാസികൾ ദുബായിലെ ലേബർ ക്യാമ്പിൽ ജോലിയും ഭക്ഷണവുമില്ലാതെ വലയുന്നു. മാസങ്ങളായി ഇവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. നാട്ടിലേക്ക് മടങ്ങാൻ എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ് ഇവർ. എന്നാൽ പാസ്പോർട്ടും കമ്പനി പിടിച്ചുവച്ചിരിക്കുന്നതിനാൽ ആശങ്കയിലാണ് ഇവർ. ജബൽ അലി പോലീസ് സ്റ്റേഷൻ സമീപത്തെ ക്യാമ്പിലാണ് ഈ തൊഴിലാളികളുടെ ദുരിത ജീവിതം. ഒരു മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കമ്പനിയിലെ തൊഴിലാളികളായ ഇവർക്ക് 2 മാസമായി ശമ്പളവുമില്ല, ഒപ്പം ഭക്ഷണവുമില്ല. ചില സാമൂഹിക സംഘടനകളുടെ കനിവിലാണ് ഇവർ ഇപ്പോൾ ഭക്ഷണം പോലും കഴിക്കുന്നത്. കമ്പനിയിലെ ചിലർക്ക് കോവിഡ് ബാധയുണ്ടെന്നും കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്നും തൊഴിലാളികൾ പറയുകയാണ്. 12 മണിക്കൂർ നിരീക്ഷണം. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി UAEയിൽ നിയന്ത്രണം കൂടുതൽ കർശനമാക്കുന്നു. ഇന്നു മുതൽ വ്യവസായ മേഖലയിലും ലേബർ ക്യാമ്പ് പരിസരങ്ങളിലും 12 മണിക്കൂർ നിയന്ത്രണം നിലവിൽ വരുന്നതായിരിക്കും. വൈകുന്നേരം 6 മുതൽ രാവിലെ
രാവിലെ 6 വരെ ഈ മേഖലയിലുള്ളവർ പുറത്തിറങ്ങാൻ പാടുള്ളതല്ല. ദേശീയ അണുനശീകരണ ദൗത്യത്തിന്റെ ഭാഗമായാണ് നടപടി. ആഭ്യന്തര മന്ത്രാലയവും തൊഴിൽ മന്ത്രാലയവും സംയുക്തമായാണ് നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലണ്ടൻ വന്ദേ ഭാരത് പദ്ധതിയിൽ കേരളത്തിലേക്ക് ചാർട്ടർ ചെയ്ത എയർ ഇന്ത്യ വിമാനം കൊച്ചിയിൽ എത്തിച്ചേരുകയുണ്ടായി. ഇന്നലെ ഉച്ചയ്ക്ക് 1:15 ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിച്ച വിമാനം ബുധനാഴ്ച രാവിലെ 7:12 കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നത്. 333 യാത്രക്കാരുമായി A130 എന്ന വിമാനം മുംബൈ വഴിയാണ് കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നത്. കൊച്ചിയിൽ നിന്നും വിജയവാഡയിൽ എത്തുന്നതോടെ ഈ വിമാനത്തിന്റെ സർവീസ് പൂർത്തിയാകുന്നതായിരിക്കും. 590 പൗണ്ടാണ് ഓരോ യാത്രക്കാരനിൽ നിന്നും കേരളത്തിലേക്ക് ഇക്കോണമി ക്ലാസിന് ഈടാക്കിയത്. കേരളത്തിലെ വിനിമയ നിരക്കിൽ 55,000 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ തുക കൂടിയാണിത്. ബിസിനസ് ക്ലാസിന് 1493 പൗണ്ടാണ് ടിക്കറ്റ് ചാർജ്. അമേരിക്ക COVID-19 വ്യാപന കാലത്ത് വിദേശത്ത് കുടുങ്ങിപ്പോയ പൗരന്മാരെ ലോകരാജ്യങ്ങൾ തിരികെ എത്തിക്കുമ്പോൾ കാനഡ വഴി അടയ്ക്കുന്നു. അമേരിക്കയുമായുള്ള അതിർത്തി 1 മാസത്തേക്ക് കൂടി അടച്ചതോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വരവ് ഒഴിവാക്കാനാണ് തീരുമാനം. വൈറസ് വ്യാപനത്തിന് തടയിടാനാണ് നീക്കം. ഇതിനോട് അമേരിക്കൻ ഭരണകൂടവും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ രോഗവ്യാപനം ഉയർന്നതായി റിപ്പോർട്ട്. അമേരിക്കയിൽ COVID-19 മരണനിരക്ക് വീണ്ടും ഉയരുകയാണ്. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി തുറന്ന സംസ്ഥാനങ്ങൾ രോഗവ്യാപനത്തിന് സഹായിക്കുന്നതായി സൂചനകൾ. 1,50,000-ൽ പരം പേർക്കാണ് ആകെ പകർച്ചവ്യാധി രാജ്യത്ത് ഇതുവരെ പിടിപെട്ടത്. ഇതിൽ രക്ഷപ്പെട്ടവർ 35,987 വരും. മരിച്ചവരുടെ കണക്കാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. 1,00,000-തോടടുപ്പിച്ചാണ് മരിച്ചവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 4 മണിക്കൂറിനുള്ളിൽ മാത്രം 207 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആശങ്കപ്പെടുത്തുന്നതെന്ന് കണക്കുകൾ ക്രോഡീകരിക്കുന്ന ഹോപ്കിൻസ് സർവകലാശാല ഡാറ്റാ സെന്ററിലെ വിദഗ്ധർ പറയുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.